നമസ്കാരം. ഡൽഹിയിലെ സുന്ദർ നഗർ ചേരിയിൽ പാവങ്ങളെ സഹായിക്കാൻ എത്തിയിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന സാമൂഹ്യ പ്രവർത്തകനും 2013 മുതൽ പലവട്ടമായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ കെജ്രിവാളും തമ്മിലുള്ള ദൂരം ഏറെയില്ല. എന്നാൽ പ്രതിപക്ഷ നിരയുടെ പ്രധാന മുഖമായി മാറുകയും രാഷ്ട്രീയം പുരണ്ടെങ്കിലും ആരോപണങ്ങളുടെ നിഴലിലേക്ക് മാറുകയും ചെയ്ത കെജ്രിവാളിലേക്ക് ദൂരം ഏറെയുണ്ട്. അഴിമതി വേലിയേറ്റത്തെ ചെറുക്കാൻ രൂപമെടുത്ത 2012 ആം ആദ്മി പാർട്ടിയല്ല ഒരു ദശത്തിലേറെ പിന്നിടുമ്പോൾ ആപ്പ്. ഡൽഹിയിലും പഞ്ചാബിലും ഭരണം, ഗുജറാത്തിലും ഗോവയിലും ഹരിയാനയിലും സജീവ സാന്നിധ്യം. 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 160 MLAമാർ, 1 ലോകസഭാ അംഗം, 10 രാജ്യസഭാ അംഗങ്ങൾ, പ്രതിപക്ഷ നിരയുടെ മുൻനിരയിൽ ഇരിപ്പിടം, അംഗബലം കൊണ്ട് ദേശീയ പദവി തുടങ്ങിയ മേൽവിലാസമുള്ള പാർട്ടിയാണിപ്പോൾ. സമരങ്ങളിലൂടെയാണ് ആപ്പും കെജ്രിവാളും വളർന്നത്. 2ാം UPA സർക്കാരിൻ്റെ അഴിമതി പരമ്പരകൾക്കും നിർഭയ ദുരന്തത്തിനുമെതിരെ ഉയർന്ന ജനവികാരമായിരുന്നു അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തിൻ്റെയും പിന്നീട് ആപ്പിൻ്റെയും അടിസ്ഥാന വളം. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഭരണം പിടിച്ചെടുത്തു. 2024 ഛത്തീസ്ഗഡ് നഗരസഭ അധ്യക്ഷനെ ലഭിച്ചു. ചരിത്ര ശത്രുക്കളായ കോൺഗ്രസുമായി കൈകോർത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ സീറ്റുകൾ പങ്കിട്ടു. ഇന്ത്യ സഖ്യത്തിന് ബലമേകി. ചിതർനിന്ന പ്രതിപക്ഷത്തെ മുതലെടുത്ത് 2019 7 സീറ്റും സ്വന്തമാക്കിയ BJPക്ക് ഈ നീക്കം അങ്കലാപ്പുണ്ടാക്കി. BJPക്ക് ഒരു ബദലാകുമെന്ന ഭാവി ലക്ഷ്യം പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. മധ്യവർഗം നിർണായകമല്ലാത്ത ഡൽഹിയിൽ 2 തരം വോട്ടർമാരാണ് ആപ്പിന്റെ അടിത്തറ. പരമ്പരാഗത പാർട്ടി ഫണ്ട് പങ്കിട്ടെടുത്തിരുന്ന താഴെത്തട്ടിലെ ജനങ്ങളും അഴിമതി പോലുള്ള വിഷയങ്ങൾ കാൽപ്പനിക ചർച്ചയാകുന്ന ഉപരിവർഗവും. ഈ 2 വോട്ട് ബാങ്കുകളും 10 വർഷമായി ആപ്പിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. ഇതിൽ വിള്ളൽ വീഴ്ത്താനാണ് BJPയുടെ കഠിന ശ്രമം. സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി തുടങ്ങിയ ജനകീയ തീരുമാനങ്ങളിലൂടെ അടിസ്ഥാന വിഭാഗങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച ആപ്പിന്റെ അടിത്തറ. പക്ഷേ ഈ ശ്രമങ്ങൾ കൊണ്ട് ഇളക്കുക എളുപ്പമല്ല. നേതാക്കളെ ആരോപണങ്ങൾ കുടുക്കിയെന്ന ആക്ഷേപം വിശ്വസിക്കുന്ന താഴെത്തട്ടിലെ വോട്ടർമാർ ആപ്പിനൊപ്പം ഉറച്ചു നിൽക്കും. എന്നാൽ നേതാവ് ഒഴിഞ്ഞാൽ ആപ്പ് ചിതറുമെന്ന ആശങ്ക മേൽത്തട്ടിൽ ഉയരുന്നുണ്ട്. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു തുടങ്ങിയ പാർട്ടിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന പ്രഖ്യാപനവും അവർ പങ്കിടുന്നുണ്ട്.